പച്ച കാർപ്പറ്റ് കൊണ്ട് ഡിസൈൻ ചെയ്തതുപോലെ തോന്നുന്നു. അത്രയും പായൽ തറയിലും മതിലിലുമെല്ലാം വളർന്നിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നു 60 രൂപ മതിയെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഓട്ടോക്കാരൻ ഒരു രക്ഷയുമില്ല, 80 രൂപ വാങ്ങി. പോർച്ചുഗീസുകാരനായ ഡ്രോൺ ഫ്രാൻസിസ് കോട അൽമേഡ ഈ കോട്ട നിർമ്മിച്ചത്. കോലോത്തിരി രാജാവിന്റെ സ്ഥലത്ത് 1505 ഒക്ടോബറിൽ കോട്ട പണി തുടങ്ങിയത്. നല്ല വൃത്തിയിലാണ് ഇവിടം സംരക്ഷിച്ചിരിക്കുന്നത്. മുള്ളുകൾ കുത്തിവെച്ചതുപോലെ ശക്തിയുള്ള വാതിലുകൾ. കണ്ണൂർ കോട്ടയാണിത്. കണ്ണൂരിന്റെ അടുത്തു തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗാലറിയാണിത്. ചിലവാക്കിയ പണവും നഷ്ടം. ഗാലറിയുടെ സുരക്ഷിത വകവെക്കാതെയാണ് നിർമ്മാണം. ഫലവൃക്ഷങ്ങളോട് കൂടിയ ഒരു ഉദ്യാനം. നടവഴികളിലെല്ലാം വെട്ടുകല്ലുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു. ചെറുതും വലുതുമായ പീരങ്കികൾ ഇടവിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അനേകായിരം വെട്ടുകല്ലുകൾ കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചത്. തുടങ്ങിയ 5 ദിവസം കൊണ്ട് ആദ്യ രൂപം പൂർത്തീകരിച്ചു. 158 വർഷം പോർച്ചുഗീസുകാർ ഈ കോട്ട ഭരിച്ചു. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് 1663 ഈ കോട്ട പിടിച്ചടക്കി. 1745-55 കാലത്തെ ഡച്ചു കമാൻഡറിന്റെ ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ വിവരങ്ങൾ പഴയ ഡച്ച് ഭാഷയിൽ കുത്തിയ ശിലാഫലകം. സമുദ്രനിരപ്പിൽ നിന്ന് 40 അടി ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കം 21 കിലോമീറ്റർ നീളം. തലശ്ശേരി കോട്ടയിലേക്കാണ്. അത് കടലിന്റെ അടിയിലൂടെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.